ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് കണ്ടാലോ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ വരാൽ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. വരാൽ ഞാൻ വറക്കാനൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ കുടമ്പളിയാണ് ഗൈസ്. നേരെ പോയി നമ്മുടെ സ്വന്തം കാന്താരി എന്ന കുറച്ച് കാന്താരിയൊക്കെ പറിച്ചു. കാര്യം നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം ഗൈസ്. അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കണം. ഞാൻ സ്വന്തമായിട്ടാണ് ഇന്ന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ രാവിലെ വരാൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു പൊട്ടറ്റോ മെഴുക്കുരട്ടിയും ഒരു ചമ്മന്തിയും ഒരു മുട്ട വറുത്തതും. ഇതാണല്ലോ നമ്മുടെ പൊതിച്ചോറിൻ്റെ ആസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഞാനപ്പോൾ കുഞ്ഞുള്ളി, ഇഞ്ചിയും കാന്താരി മുളകൊക്കെ വെച്ചൊരു ചമ്മന്തിയൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. മുട്ടയും വറുത്തു. പിന്നെ അച്ചാമ്മ എനിക്ക് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് തന്നു ഗൈസ്. അമ്മ എനിക്ക് ചോറൊക്കെ വിളമ്പി പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചോറിട്ട്, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ മീൻ വറുത്തത്. ഈ മീൻ വറുത്തത് ഗൈസ് ഇശാൻകുട്ടന് വറുത്താണ്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം അടിച്ചു മാറ്റിയതാണ്. ഇശാൻകുട്ടന് മീൻ വറുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ പയറ് തോരൻ, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ പൊട്ടറ്റോ മെഴുക്കുവരട്ടി, എൻ്റെ സ്വന്തം കിഴങ്ങ് മെഴുക്കുവരട്ടി എന്ന് ഞാൻ പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ ഏകദേശം UKG മുതൽ 3ാം ക്ലാസ് വരെ കണ്ട് എന്നും സ്കൂളിൽ കിഴങ്ങ് മെഴുക്കുവരട്ടി മാത്രമേ കൊണ്ടുപോകത്തുള്ളായിരുന്നു ഗൈസ്. എന്നും കിഴങ്ങ് മെഴുക്കുവരട്ടി മാത്രം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. വേറെ ഒരു കറി ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പൊതിച്ചോറ് കഴിക്കട്ടെ. ടാറ്റാ ബൈ ബൈ. നാളെ കാണാം നല്ലൊരു